ചൂര അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഫിഷിനെ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 2 നാരങ്ങയുടെ നീരും എല്ലാം കൂടി ഇട്ടിട്ട് ഇതേപോലെ മീനിലങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 2 hours ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 2 hours കഴിയുമ്പോൾ ഇതേപോലെ നല്ല ചൂടായ എണ്ണയിലേക്ക് അതിനെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആകുമ്പോഴത്തേക്കും അതിനെ മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കടുക്, വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നീളത്തിൽ അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 8-9 പച്ചമുളകും കൂടെ നീളത്തിൽ കീറിയതും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിന് പാകമായിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ വാളംപുളി 2-3 പീസും പിന്നെ സർവ്വസുഗന്ധിയുടെ ഇലയാണ് നല്ലൊരു മണം കിട്ടാനാണ്. കുറച്ച് വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച അച്ചാറിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചൂര അച്ചാർ റെഡി.